ദൈവിക നൽവരങ്ങളുടെ വിളനിലമായ ദേവാലയം അങ്ങനെ ബിലായുടെ മണ്ണിലും പണി കഴിക്കുന്നതിന് ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ദൈവം അതിന് നമ്മളെ പൂർവികരെ ശക്തരാക്കുകയും ചെയ്തു. പുണ്യശ്ലോകനായ മോർ സാമുവേൽ പിലക്സിനോസ് തിരുമേനിയുടെ നിശ്ചയദാർഢ്യവും ശ്രീ പി ടി തോമസ്, ശ്രീ വി കെ ഫിലിപ്പോസ്, കുര്യൻ തോമസ് എന്നിവരുടെ അശ്രാന്ത പരിശ്രമം മൂലവും ഇന്ന് നമുക്ക് ഉള്ള ദേവാലയം നിൽക്കുന്ന സ്ഥലം BSP അഡ്മിനിസ്ട്രേഷനിൽ നിന്നും കിട്ടുകയുണ്ടായി. ദേവാലയത്തിന്റെ കല്ലിടിയിൽ നടത്തിയതും മോർ സാമുവേൽ പിലക്സിനോസ് തിരുമനസിന്റെ തൃക്കരങ്ങളാലാണ്. 1977 ഏപ്രിൽ മാസം 24 ആ പുണ്യകർമ്മം നടത്തപ്പെട്ടു. ദേവാലയത്തിന് അതിശക്തമായ ദൈവത്തിന്റെ കരുതൽ ഉദാഹരണമായി നമ്മൾ ഇന്നും കരുതുന്ന ദേവാലയത്തിന്റെ ബിൽഡിംഗ് ഡിസൈൻ ചെയ്ത ശ്രീ MBK പിള്ളയെ അവർ ആണ്. ഈ ഉദ്യമത്തെ അദ്ദേഹം ഒരു വഴിപാടായി ദേവാലയത്തിന് അർപ്പിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ ദേവാലയ നിർമ്മാണം ഏകദേശം 5 മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുവാൻ സാധിച്ചു. ഇതിന് നമ്മെ സഹായിച്ചത് പ്രസ് ഫീൽഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ദേവാലയത്തിന്റെ ആകാര ഭംഗി അന്നും ഇന്നും ബിലായ് നഗരത്തിന്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായി നിലകൊള്ളുന്നു. ദേവാലയത്തിന്റെ സ്ഥാനവും അതിന്റെ അസാധാരണ രൂപകൽപ്പനയും വാസ്തുവിദ്യയും കാരണം ഭിലായിലെ പരിസരങ്ങളിലുള്ള മറ്റു പള്ളികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് നമ്മുടെ ദേവാലയം. മാത്രമല്ല, ഭിലായുടെ മതപരമായ സ്വഭാവം പ്രകടമാക്കുമ്പോഴെല്ലാം വീഡിയോഗ്രഫി, ഫോട്ടോഗ്രഫി എന്നിവയ്ക്കായി അവതാരകർ, പ്ലാന്റ് ഓർ ടൗൺഷിപ്പ് അധികാരികൾ ഇതൊരു മാതൃകാ പള്ളിയായി എപ്പോഴും പരിഗണിച്ചിരുന്നു. ദേവാലയത്തിന്റെ കൂദാശ ഭക്തി നിർഭരമായി അഭിമന്യ പിതാവായ ബസേലിയോസ് പൗലോസ് രണ്ടാമൻ കാതോലിക്ക ബാബായുടെ തൃക്കരങ്ങളാൽ 1978 മാർച്ച് മാസം 2 നടത്തപ്പെട്ടു. ഇതിന്റെ അത്യധിക അനുഗ്രഹത്തോടെ സുറിയാനി വിശ്വാസത്തിൽ അടിയുറച്ച് പുതിയ ദേവാലയത്തെ സ്വർഗതുല്യമാക്കിയിരുന്നു. അങ്ങനെ ബാഹ്യ കേരളത്തിൽ മലങ്കര സഭയുടെ ആദ്യത്തെ പള്ളിയായി ബിലായ് പള്ളി മാറി. ആത്മീയ വളർച്ചയ്ക്ക് ബിലായുടെ സുറിയാനി മക്കൾക്കും മലങ്കര മക്കൾക്കും ഒരു പുതിയ മാനം കൈവന്നു. നമ്മുടെ പള്ളിയുടെ വികാരിമാർക്ക് താമസ സ്ഥലം ഒരുക്കിക്കൊടുത്ത് ഏറെ നാൾ സഹായിച്ച ശ്രീ VA കുര്യൻ, ശ്രീ MG ബേബി, ശ്രീ PE ജോർജ്, ശ്രീ PV കോശി എന്നിവർ ഈ തരുണത്തിൽ അത്യുത്സാഹത്തോടെ ഓർക്കുന്നു. 1978 നവംബർ മാസം 13 വീണ്ടും വന്യ സാമുവേൽ മോർ പിലക്സിനോസ് തിരുമേനിയുടെ ദിവ്യകരങ്ങളാൽ പാർസനേജിനുള്ള തറക്കല്ല് ഇടുകയുണ്ടായി. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ 1979 പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു. അടുത്തപടിയായി നമ്മുടെ കുരിശുപള്ളി ദൈവത്താൽ ഏൽപ്പിക്കപ്പെടുകയുണ്ടായി. കാലം ചെയ്ത തോമസ് മോർ തെയോഫിലോസ് തിരുമനസിന് അനുഗ്രഹവും ശ്രീ CK കോറയുടെ ഉദാരമനസ്കതയും ചേർന്ന് നമ്മുടെ ആദ്യ കുരിശുപള്ളി നിർമ്മിക്കപ്പെട്ടു. 1981 പണി ആരംഭിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കുകയും ചെയ്തു. ഈ കുരിശുപള്ളി നമ്മുടെ ദേവാലയത്തിന്റെ മാറ്റ് പല മടങ്ങ് അധികമാക്കി. ദേവാലയത്തിന്റെയും കുരിശുപള്ളിയുടെയും നവീകരണ പ്രവർത്തനങ്ങൾ പിന്നീട് നടന്നത് 2010 2010 ആരംഭിച്ച് 2014 പരിശുദ്ധ പരിമല തിരുമേനിയുടെ തിരുശേഷിപ്പ് സ്ഥാപിക്കുന്നതോടെ പൂർത്തീകരിക്കുകയുണ്ടായി. ഇതിന്റെ അനുഗ്രഹ ആശിഷുകൾ നൽകി നമ്മളെ സഹായിച്ചത് അഭിമന്യ ഐസക് മാർ ഒസ്താത്യോസ് തിരുമനസ് കൊണ്ടാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അനുഗ്രഹിച്ച വികാരിമാരായ റവറൻ ഫാദർ ജോസഫ് പള്ളിക്കലച്ചനെയും റവറൻ ഫാദർ ജിനു കുരുവിളച്ചനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഏതൊരു ദേവാലയത്തിന്റെയും കരുത്തായ ആത്മീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ പള്ളിയിലും ആരംഭിച്ചു. സൺഡേ സ്കൂൾ പ്രസ്ഥാനം, മർത്തമറിയം വനിതാ സമാജം, പ്രയർ ഗ്രൂപ്പ്സ്, അന്ത്യോക്യൻ സംരക്ഷണ സമിതി എന്നിവ ദേവാലയത്തിന്റെ അടിവേരുകളായി പ്രവർത്തിച്ചു. അനേകം സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ വിശുദ്ധ മദ്ബഹായിൽ നമ്മുടെ പൂർവികരുടെ ശിക്ഷണത്തിൽ ദൈവിക ശുശ്രൂഷകൾ സ്വായത്തമാക്കി. വന്യ ഭദ്രാസന മെത്രാപ്പൊലീത്തായിരുന്ന അഭിമന്യ മോർ തീമോത്തിയോസ് തോമസ് തിരുമേനിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായി ഒരു യുവജന പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. ഈ പ്രസ്ഥാനത്തിലൂടെ അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുകയുണ്ടായി. നമ്മുടെ അനുഗ്രഹീതമായ ഈ ഇടവക ദേവാലയത്തിൽ ഒട്ടനേകം യോഗങ്ങളും കൂട്ടായ്മകളും നടത്തി മലങ്കര സഭയുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറി. 1993
സെൻട്രൽ സോൺ ഡയസീഷ്യൻസ് ഡേ സെലിബ്രേഷൻ നടത്തുകയും ഉണ്ടായി. ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ഡയസിസ് 1995 നടത്തപ്പെട്ടു. ഫാദർ ജോസഫ് കരിപ്പായിൽ അച്ഛനെ കൊറപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതും ഈ ദേവാലയത്തിൽ വെച്ചാണ്. അവസാനമായി നടന്നത് 2019 ഭദ്രാസനതല യൂത്ത് ക്യാമ്പ് നൂഷോയോ ദ അലൈമോസോ നടത്തപ്പെടുകയുണ്ടായി. ഈ 5 ദശാബ്ദങ്ങളിൽ നമ്മെ വഴി നടത്തിയ ദൈവത്തിന് സ്തോത്രം. തങ്ങളുടെ ചോരയും നീരും കണ്ണുനീരും ഒഴുക്കി മെനഞ്ഞെടുത്ത ഈ അനുഗ്രഹീത ദേവാലയം വിശുദ്ധ കന്യകാമറിയാമിൻ്റെയും വിശുദ്ധ ഗീവർഗീസ് സഹായിയുടെയും യോഹന്നാൻ മോന്താനയുടെയും വിശുദ്ധ പരിമള തിരുമേനിയുടെയും മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് ദിനരാത്രങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ വിലായ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഇത് അനുഗ്രഹത്തിൻ്റെ വർഷമാണ്, പ്രത്യാശയുടെ വർഷമാണ്, ത്യാഗത്തിൻ്റെ വർഷമാണ്, ഒരു സുവർണ വർഷമാണ്. ദൈവമേ, നിനക്ക് സ്തോത്രം. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് ബിലായിലെ അമ്മയുടെ മക്കൾ